തിരുവനന്തപുരം നഗരൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസിനെ തടഞ്ഞു. നഗരൂർ എസ്ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ച ഒരു ദൃശ്യം നമ്മൾ കണ്ടു. കോൺഗ്രസ് ഫ്ലെക്സ് ബോർഡുകൾ തകർത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകാൻ എത്തിയതായിരുന്നു പോലീസ് സംഘം. ഇതിൽ പ്രകോപിതരായാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസിനെ തടഞ്ഞത്. മറ്റൊരു ദൃശ്യം കൂടിയുണ്ട്, അതുകൂടി കാണും. ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. നിങ്ങളാരെന്നെ ചോദ്യം ചെയ്യാൻ? നിങ്ങളാരെന്നെ ചോദ്യം ചെയ്യാൻ? ഞാൻ അവിടെ ഇരുന്നോളാം. എവിടെയാണ് ഞാൻ ഇരുന്നോളാം. നിങ്ങളാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത്. നീയാണ് എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത്. നീയാണ്. അയ്യോ, ഞാൻ മാനേട്ടന്റെ ജോലി ഞാൻ ഇരിക്കുന്ന കാലത്തോളം ഞാൻ മാനേട്ടന്റെ ജോലി ഞാൻ ഇരിക്കുന്ന കാലത്തോളം ഞാൻ മാനേട്ടന്റെ ജോലി കൊലപാതക കേസിൽ പ്രതിയാന്ന് ഞാൻ പറഞ്ഞ കൊലപാതക കേസിൽ പ്രതിയാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു കൊലപാതക കേസിൽ പ്രതി. അത് ഞാൻ വന്നോട് അന്വേഷിച്ചോളാം. ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ. ഞാൻ നോട്ടീസ് തരാൻ വേണ്ടി ഞാൻ വരാം. എനിക്ക് വരാനുണ്ട്. അത് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ അത് ഞാൻ ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. FIR അവർക്ക് നോട്ടീസ് വരെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിന്റെ അടുത്ത് പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ കാണിച്ചോളാം. നീ ആര് എന്നെ കാണിപ്പിക്കാൻ? നീ ആരുടെ എന്നെ കാണിപ്പിക്കാൻ? നീ ആര് കാണിപ്പിക്കാൻ? നീയാണ് അവിടെ ഇൻവെസ്റ്റിഗേഷൻ നയിക്കുന്നത്. ഞാൻ തന്നെ SI എന്ന് പറഞ്ഞോളൂ. അതിനിപ്പുറം ഞാൻ പറഞ്ഞ CI ആണെന്ന്. അവന്റെ ഫ്ലെക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എന്റെ ഉണ്ട്. നിന്നെ കാണിക്കേണ്ട കാര്യമില്ല. നീ ആര് നിന്നെ കാണിക്കാൻ? നീ ആരുടെ നിന്നെ കാണിക്കാൻ? ആണടാ ജോലിക്കാരാടാ വന്നത്. ഞാൻ ജോലി നിന്റെ ചെറിയാനായിട്ട് നിന്റെ വീട്ടിൽ വന്നാ ഞാൻ. നിന്റെ വീട്ടിൽ വന്നാടാ നിന്റെ ചെറിയ നിന്റെ വീട്ടിൽ വന്നാ ഞാൻ. നിന്റെ വീട്ടിൽ വന്നാ നിന്റെ വീട്ടിൽ വന്നാ ഞാൻ. നിന്നെ ചെറിയാൻ ഇല്ലല്ലേ. രാഹുൽ ജി നാഥുണ്ട് വിശദാംശങ്ങളുമായി. ആദ്യം തന്നെ നമ്മൾ കണ്ട രണ്ട് ദൃശ്യങ്ങൾ ചിലപ്പോൾ സംശയമുണ്ടാക്കിയേക്കാം. ആദ്യം കണ്ട ദൃശ്യം എന്ന് പറയുന്നത് പോലീസ് ഈ നോട്ടീസ് കൊടുക്കാൻ വരുന്ന സമയത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി ആ അസഭ്യവർഷമാണ്. ഇനി ഇത് ചോദിക്കാൻ ചെന്ന ഒരു ഡിവൈഎഫ്ഐയുടെ ആണെന്ന് മനസ്സിലാക്കുന്നു ആ നേതാവിനോട് പോലീസുകാരൻ പറയുന്ന കാര്യം കൂടിയാണ് നമ്മൾ കണ്ടത്. എന്തായാലും സംഭവത്തിൽ 9 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, യൂണിഫോം ഇട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് ഇങ്ങനെ കയർക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായത് അവിടെ എന്നുള്ളതാണ്? അത് തന്നെയാണ് യഥാർത്ഥ പ്രശ്നം. എന്ത് വികാരത്തിലാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക എന്നുള്ളതാണ്. ഏത് പ്രസ്ഥാനവുമായിക്കോട്ടെ, സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും തുരങ്കം വയ്ക്കാൻ ഇതുപോലുള്ള ആളുകൾ മതി എന്നുള്ളതിന് തെളിവാണ് ഒന്നാമതായി ഇത്. മറ്റൊന്ന്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ ക്രമസമാധാന പാലനത്തിന് മുന്നിട്ടിറങ്ങേണ്ട ആളുകളാണ്. അവർ ആ യൂണിഫോം ഇട്ട പോലീസുകാരൻ്റെ മുന്നിലേക്കാണ് ഇത്തരത്തിലുള്ള സംഭാഷണവുമായി മുന്നിലേക്ക് വരുന്നത്. ആ സ്റ്റേഷനിൽ തന്നെ ഇരിക്കേണ്ട ആളല്ലേ എന്ന് പോലും ചോദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഉള്ള ഒരു ബോധ്യം എവിടെ നിന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ എന്തായാലും കഴിഞ്ഞ ദിവസം 22 പേർക്കെതിരെയാണ് ഇത്തരത്തിൽ കേസുകൾ ഉണ്ടായത്. പലയിടത്തും ഇത്തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. കാരണം വീണ ജോർജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരുവിലിറങ്ങി 2 ചേരിയായി നിന്നുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ആകട്ടെ, DYFI ആകട്ടെ, CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, അവരെല്ലാം ഇരു ചേരികളായി തിരിഞ്ഞു നിന്നുകൊണ്ടാണ് വലിയ പ്രതിഷേധം നടത്തിയത്. അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ഇന്ന് നഗരൂരിലും അത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അങ്ങനെ 22 പേർക്ക്, അതായത് ഇരു പാർട്ടികളിലെയും ആളുകൾ ആ 22 പേർക്കെതിരെയാണ് അന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ആ നോട്ടീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് DYFI പ്രവർത്തകർ അടുത്തേക്ക് പോയി ഈ പുതുയുഗ യാത്രയുടെ ഫ്ലെക്സുകൾ തകർത്തു എന്ന കേസാണ് ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കൊടുക്കാൻ പോകുമ്പോഴാണ് ഇത്തരത്തിൽ കേട്ടാൽ അറയ്ക്കുന്ന ഈ ഇപ്പം മ്യൂട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്നത് പോലെ ഇത് സംപ്രേഷണം ചെയ്യാൻ പോലും കഴിയുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് പുറത്ത് കേൾപ്പിക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള അസഭ്യവർഷം നടത്തുകയാണ് അവർ. അത് പോലീസിനോടാണ്, കൃത്യനിർവഹണത്തിനെത്തിയ പോലീസാണ്. നിലവിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. 9 പേർക്കെതിരെയാണ്, 9 DYFI പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന വകുപ്പ് ഉപയോഗിച്ച് ജാമ്യമില്ലാ വകുപ്പാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് ഇത്തരം ഒരു മനോഭാവവുമായി ഒരു യുവജന സംഘടനയുള്ളവർ എങ്ങനെ മുന്നോട്ട് പോകുന്ന ചോദ്യമാണ് എല്ലാ കോണിൽ നിന്നും ഉയരുന്നത്. ഈ ഒരു മനോഭാവം പോലീസിനോട് ഇങ്ങനെയാണെങ്കിൽ പിന്നീട് സമൂഹത്തിൽ ഇവർ ഇറങ്ങി എങ്ങനെ പ്രവർത്തിക്കുന്ന ചോദ്യമെല്ലാം ഉണ്ട്. പോലീസും ഇത് ഒരു ഘട്ടം വരെ സംയമനം പാലിച്ച് നിൽക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അപ്പോൾ അത്തരത്തിൽ എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോയി. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ കേസ് എടുത്തിട്ടില്ലായിരുന്നു. നിലവിൽ എന്തായാലും കേസ് എടുത്തിട്ടുണ്ട് DYFI പ്രവർത്തകരെ. അപ്പോൾ ഇത്തരം മനോഭാവം എങ്ങനെ ഒരു സമൂഹത്തിൽ വെച്ച് പൊറപ്പിക്കാനാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്.
അതുതന്നെയാണ് ഏത് സംഘടനയുടെ ഭാഗമായാലും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ്. ഇത്തരം ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അതെടുത്ത് ആഘോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഏത് സംഘടനയായാലും തെറ്റാണെന്നുള്ളതുമാണ്. രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.